ഹായ് ഫ്രണ്ട്സ്, റിം ജിം ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഇരുന്നിരുന്നൊരു സൺഡേ ഫൺഡേ ആക്കാനായിട്ട് ഞങ്ങളൊരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തു. നേരെ പൊന്മുടിക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ധാരാളം വെള്ളച്ചാട്ടങ്ങളുണ്ട്. അതിൽ പ്രധാന ഒരു വെള്ളച്ചാട്ടമാണ് മീൻമുട്ടി വാട്ടർഫോൾസ്. കല്ലാർ നദിയുടെ ഒരു സിഗ്നേച്ചർ ഭാഗമാണ് നമ്മുടെ ഈ മീൻമുട്ടി വാട്ടർഫാൾസ്. നമ്മൾ ഇങ്ങോട്ട് പോകുന്ന വഴി ധാരാളം കല്ലാർ നദിയുടെ കൈവഴികൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ നമ്മളിതിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക, പെട്ടെന്ന് കുത്തൊഴുക്കുകളുണ്ടാകാൻ സാധ്യതയുള്ള മേഖലകളാണ്, പ്രത്യേകിച്ച് മഴയത്ത്. അതുകൊണ്ട് കൃത്യമായി അറിയാവുന്ന ഒരാളുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ ആരും ഇത്തരത്തിലുള്ള കൈവഴികൾ ഇറങ്ങാനോ കളിക്കാനോ പാടില്ല. പിന്നെ ഞങ്ങൾ ഈ ഒരു സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ നേരെ മുകളിലോട്ട് നോക്കിയപ്പോൾ നല്ല പൊന്മുടിയൊക്കെ നല്ല മഞ്ഞണിഞ്ഞ് നല്ല സുന്ദരിയായിട്ട് അങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഇതിലേക്കൊന്ന് ഇറങ്ങി ജസ്റ്റ് ഒന്ന് കാലൊക്കെ ഒന്ന് നനയ്ക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇറങ്ങി. താഴെ കുറച്ച് ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. ആ ഒരു ബലത്തിലൂടെയാണ് ഞങ്ങൾ ഇറങ്ങിയത്. വഴി നോക്കിയപ്പം അത്യാവശ്യം സ്ലിപ്പറി ആയിട്ടുള്ള വഴിയാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചിറങ്ങുക, അല്ലെങ്കിൽ നമ്മൾ വീഗാലാൻഡിലൊക്കെ റൈഡ് പോകുന്നവർക്ക് നിരങ്ങി അങ്ങ് താഴെ എത്തും. അങ്ങനെ ഞങ്ങൾ താഴെ എത്തി കല്ലാർ നദിയിലേക്ക് കാലിട്ടപ്പോൾ കാലിന് എന്താ ഒരു കുളിര്. നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ. അതുപോലെ നല്ല കിടിലൻ സീനറിയും. ആർക്ക് കണ്ടാലും ഒന്ന് ഇറങ്ങി കുളിക്കണം, ഒന്ന് നീന്തണം, ഒന്ന് നീന്തി തുടിക്കണം എന്നൊക്കെ തോന്നും. പക്ഷേ റിസ്ക്കിയാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇത് പറയത്തില്ല. നിങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് നിങ്ങളെ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. അങ്ങനെ നമ്മൾ നേരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ മണ്ടയ്ക്കായിട്ട് മുകളിലായിട്ട് നമുക്ക് പൊന്മുടി ഇങ്ങനെ മഞ്ഞണിഞ്ഞിങ്ങനെ നിൽക്കുന്നത് കാണാം. പിന്നെ ഇതുപോലെ കൈവഴി ഒഴുകി വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ ഈ സിനിമയിലും അല്ലെങ്കിൽ ഈ ഫോട്ടോസിലൊക്കെ കാണുന്ന നല്ല സീനറി പോണക്കത്തെ നല്ല സുന്ദരമായ സ്ഥലം. പിന്നെ അവിടെയുള്ള ചില പ്രാദേശികവാസികളൊക്കെ അവിടെ നിന്ന് മീൻ പിടിക്കുന്നതായിട്ടൊക്കെ ഞങ്ങൾ കണ്ടു. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ നല്ല നല്ല പോസിൽ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നേരെ ഞങ്ങൾ മീൻമുട്ടി വാട്ടർഫാൾസിലേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ നേരെ മീൻമുട്ടി വാട്ടർഫാൾസിൻ്റെ എൻട്രൻസ് കൊടുത്തു. അതായത് നമുക്ക് എൻട്രൻസ് പോകണമെങ്കിൽ ഒരു എൻട്രി പാസ് ഉണ്ട്. 40 രൂപയാണ് ഒരാൾക്ക്. ഞങ്ങൾ 6 പേരുണ്ടായിരുന്നു. അപ്പോൾ 6 4 24 240 രൂപ, കൂടാതെ വണ്ടിക്ക് 40 രൂപ. അങ്ങനെ മൊത്തത്തിൽ 250 രൂപ കൊടുത്ത് ഞങ്ങൾ അകത്തേക്ക് കയറി. ഈ മീൻമുട്ടി വാട്ടർഫോൾസിലൊക്കെ നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മളൊരു 1 കിലോമീറ്റർ നടക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നടക്കാൻ കഴിയുന്നത്, അത്യാവശ്യം നല്ലോണം തന്നെ നടക്കാൻ കഴിയുന്നവർ മാത്രം ഈ ഒരു എക്സ്പെൻസ് എടുത്ത് അല്ലെങ്കിൽ ഈ ഒരു ടിക്കറ്റ് എടുത്ത് നമ്മൾ അകത്തോട്ട് കയറിയാൽ മതി. ഈ മീൻമുട്ടി വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കുളത്തൂപ്പുഴ റേഞ്ചിലാണ് കേട്ടോ. അതായത് കുളത്തൂപ്പുഴ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെന്തുരുണി വന്യജീവി സങ്കേതം ഇതെല്ലാം കുളത്തൂപ്പുഴ റേഞ്ചിലാണുള്ളത്. അപ്പോൾ നമ്മൾ കാടിന് നടുക്കൂടാണ് നമ്മൾ നടക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നല്ല വൈബുള്ള ഒരു യാത്രയായിരിക്കും നമുക്കത്. പക്ഷേ അത്യാവശ്യം നല്ലോണം സ്ട്രെയിൻ എടുത്ത് തന്നെ നടക്കണം. അങ്ങനെ സന്ദർശകരുടെ ശ്രദ്ധയ്ക്കായിട്ട് കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ശ്രദ്ധിക്കുക. പിന്നീട് നമ്മൾ കാട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളവിടെ നിന്നും മലിനപ്പെടുത്താതിരിക്കുക. പ്ലാസ്റ്റിക് കുപ്പിയോ ചപ്പോ ചവറോ ഒന്നും കൊണ്ടുവന്ന് നമ്മൾ ഇടാതിരിക്കുക. അത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം ഇടാനായിട്ട് നമുക്ക് ഗാർബേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ കൊണ്ടുവന്ന് എല്ലാവരും ഇടുക. അങ്ങനെ കൊച്ചു പെണ്ണ് ചൂടെടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഉടുപ്പൂരി അവളെ തോളത്ത് വെച്ച് ഞങ്ങൾ നടത്ത തുടങ്ങി. പക്ഷേ ചൂടല്ല കേട്ടോ, അത്യാവശ്യം തണുപ്പുണ്ട്. അവൾക്ക് പിന്നെ എന്താണെന്ന് ചൂടെടുത്തതെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ കാടിന് നടുക്കൂടെ ഇങ്ങനെ നടന്നു. ആകെയുള്ളൊരാശ്വാസം, നമുക്ക് മൊത്തത്തിൽ നടക്കേണ്ടത് 1 കിലോമീറ്ററാണ്. നമുക്ക് ആകെയുള്ളൊരാശ്വാസം എന്ന് പറയുന്നത് ഓരോ 100 മീറ്റർ കഴിയുമ്പോഴും അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് 800 മീറ്റർ മാത്രം, ഇനി നിങ്ങൾക്ക് 700 മീറ്റർ മാത്രം. ഇത് കാണുന്നതാണ് ഒരാശ്വാസം. പിന്നെ കാടിന് നടുക്കൂടെ മരത്തിൻ്റെ വേരുകളും പിന്നെ അത്യാവശ്യം കല്ലുകളൊക്കെ സ്ലിപ്പാകും. അതുകൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, പ്രത്യേകിച്ച് ഒരുപാട് പ്രായം ചെന്നവർക്കൊക്കെ ഒട്ടും പ്രിഫറബിളായിട്ടുള്ള ഒരു സ്ഥലമല്ല. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് കയറി പോകുമ്പം അവിടുന്ന് ഒരു അണ്ണൻ പറഞ്ഞ്, രാവിലെ ഇവിടെ ആന ഇറങ്ങിയതേ ഉള്ളൂ, ഇവിടെ ആനപ്പിണ്ടമൊക്കെ കിടപ്പുണ്ടെന്നൊക്കെ പറഞ്ഞു. അത് എനിക്ക് തോന്നുന്നില്ല. പുള്ളി പറഞ്ഞത് ആന ഇവിടെ വെള്ളം കുടിക്കാൻ വന്നതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ആനയൊക്കെ അങ്ങോട്ട് വരുമെന്നുള്ളത്. എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ 2 വശവും, ഒരു വശം പൊങ്ങിയത് ഒരു വശം താഴ്ചയുക. ആനയ്ക്ക് താഴെ പോയി വെള്ളം കുടിക്കണമെങ്കിൽ ആന നിരങ്ങി വേണം താപോട്ട് പോകാൻ. അങ്ങനെ നിരങ്ങി പോയ പാടൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ പോകുന്ന വഴി ഇടതും വലതുമായിട്ട് പലതരം സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ വലിയ വലിയ കുമിളുകൾ, പിന്നെ അതുപോലെ തന്നെ വലിയ പാറകൾ. നമ്മുടെ മഞ്ഞുമൽ ബോയ്സിനകത്ത് കാണിക്കുന്ന കണക്കുള്ള ഒരു കൊടൈക്കനാൽ വ്യൂ തരാൻ പറ്റുന്ന നല്ല പാറകൾ, വലിയ പാറകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നല്ല സുന്ദര സ്ഥലങ്ങളാണ്. ഞങ്ങൾ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നീട് കുറേ റീൽസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് ചെയ്തു. അതിനുശേഷം വീണ്ടും ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനം നോക്കി ഞങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. അപ്പം നടക്കാനാണെങ്കിൽ നമുക്ക് തോനെയുണ്ട്. പിന്നെ നമ്മുടെ ഈ ഇടതുവശത്തായിട്ട് തന്നെ ഈ കല്ലാറിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അതായത് മീൻമുട്ടി വാട്ടർഫോൾസ് താഴെ വീണതിന് ശേഷം ഒഴുകി ഇങ്ങനെ പോവുകയാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഒഴുകി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതുപോലൊക്കെയുള്ള ധാരാളം ചെറിയ നമുക്ക് കൈവഴികളൊക്കെ അവിടെ കാണാൻ പറ്റും.
അവിടെയൊക്കെ നമുക്ക് കൈ കഴുകാനും നമുക്ക് മുഖം കഴുകാനൊക്കെ പറ്റും. പിന്നീട് ഓരോ 100 മീറ്റർ ചെല്ലുമ്പോൾ നമുക്കിരുന്ന് റെസ്റ്റ് ചെയ്ത് നമ്മൾ പോയാൽ മതി. അത്തരത്തിൽ റെസ്റ്റ് ചെയ്ത് പോകാനുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട്. ബെഞ്ചസ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ചിലയിടത്തൊക്കെ നമുക്ക് പാറകളിൽ നമുക്കിരിക്കാം. പാറകളിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു സുഖം, നല്ല രസമാണ്. നല്ല രീതിയിലാണ് എല്ലാം ചെയ്തേക്കുന്നത്. കാരണം ചപ്പോ ചവറോ ഒന്നുമില്ലാതെ നല്ല രീതിയിൽ തന്നെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. പിന്നെ അത്യാവശ്യം നല്ല സന്ദർശകരും ഉണ്ടായിരുന്നു. ഞങ്ങളൊരു ഞായറാഴ്ചയാണ് പോയത്. അത്യാവശ്യം നല്ല സന്ദർശകരും ഉണ്ടായിരുന്നു. ഇങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് ചെറിയ ചെറിയ അരുവികൾ കാണാൻ പറ്റും. ഈ അരുവിയിൽ നിന്ന് നമുക്ക് മുഖമൊക്കെ കഴുകുന്നുണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. കാരണം ഇതെല്ലാം നല്ല ഉയർച്ചയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. അതുപോലെ നമുക്ക് ഇവിടെ ഇരുന്ന് നല്ല നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ കുഞ്ഞിപ്പെണ്ണ് ചെറുതായിട്ട് വെള്ളത്തിലൊക്കെ ഇറങ്ങി ചെറിയതായിട്ട് കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഏകദേശം ഒരു 500 മീറ്റർ നടന്ന് സൈഡിൽ റെസ്റ്റ് ചെയ്യുക. കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുന്നവർ ശ്രദ്ധിക്കുക, അവരെ നടത്തിക്കൊണ്ട് പോകുക എന്നുള്ളത് പ്രായോഗികമല്ല. കാരണം ഈ നടക്കുന്ന വഴിയൊക്കെ നല്ല സ്ലിപ്പറിയാണ്. അതുപോലെ നമ്മൾ പ്രത്യേകിച്ച് ജീവികളെ ഒന്നും കണ്ടില്ല, ആകെ കണ്ടത് കുരങ്ങനെയാണ്. പിന്നെ ഞങ്ങൾ നടന്ന് ഒരു നമ്മളൊരു ടവറിലേക്കാണ് ചെന്ന് കയറുന്നത്. ആ ടവറിൽ ചെന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സുന്ദരിയെ കാണാൻ പറ്റും, മീൻമുട്ടി വാട്ടർഫാൾസ്. അങ്ങനെ ഞങ്ങൾ പല ആംഗിളുകളിൽ നിന്നും ഫോട്ടോസൊക്കെ എടുത്ത്, എൻ്റെ പൊന്നെ നല്ല രസമാണ് അവിടെ നിൽക്കാൻ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ഉയരത്തിൽ നിന്ന് വന്ന് വീഴുന്ന ഒരു വെള്ളച്ചാട്ടം ആയതുകൊണ്ട് തന്നെ ആ വീഴുന്ന ഭാഗത്തുനിന്ന് ഒരു വെള്ളം ഇങ്ങനെ തെറിച്ചൊരു മിസ്റ്റ് പോലെ നമ്മുടെ ദേഹത്തൊക്കെ വീഴും. അത് നല്ലൊരു അനുഭവമാണ് കേട്ടോ. നല്ല അനുഭവമാണ്. നമുക്ക് ഏകദേശം 1 മണിക്കൂറോളം നമുക്ക് ഇത് നോക്കി തന്നെ, ഈ വെള്ളച്ചാട്ടം നോക്കി തന്നെ നമുക്ക് നിൽക്കാം. ഇത് നോക്കി നിൽക്കുന്ന സമയത്ത് നമുക്ക് തോന്നും, ഇറങ്ങി ഒന്ന് ചാടാൻ പറ്റിയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് നീന്താൻ പറ്റിയായിരുന്നെങ്കിൽ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അങ്ങോട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. നമുക്ക് ഇങ്ങനൊരു വശത്ത് നമുക്ക് നോക്കാൻ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. ഞങ്ങൾ ആദ്യമേ ആ സത്യം മനസ്സിലാക്കിയിരുന്നു. നമുക്ക് മീൻമുട്ടി വാട്ടർഫാൾസിലോ അല്ലെങ്കിൽ അതിൻ്റെ കൈവഴിയിലോ നമുക്ക് എൻട്രി, അതായത് നമ്മൾ കയറുന്ന വശത്തോടെ നമുക്ക് ഇറങ്ങാൻ സാധിക്കത്തില്ലെന്ന് ആദ്യമേ അവർ പറഞ്ഞു. നിങ്ങൾക്ക് ഇറങ്ങാനോ കുളിക്കാനോ ഒന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവരോട് തന്നെ ചോദിച്ചു എവിടെ പോയാൽ കുളിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അവരാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്, കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോകുമ്പം അവിടെ ഹരിത ഹോട്ടൽ, അതായത് നമ്മുടെ അമ്പലക്കടവ് എന്ന് പറയും, ആ ഭാഗത്ത് നിന്ന് താപ്പോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതേ നദി തന്നെ, അതായത് കല്ലാറ് തന്നെ ഒഴുകി നല്ല ഫോഴ്സിൽ ഇങ്ങനെ വരുന്നുണ്ട്. നല്ല അടിപൊളി വെള്ളമാണ്. ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോഴേ എടുത്ത് ചാടിയപ്പോഴേ കുഞ്ഞിപ്പെണ്ണിൻ്റെ കൺട്രോൾ പോയി. കുഞ്ഞിപ്പെണ്ണ് ഞങ്ങളുടെ കൂടെ ചാടി. കുഞ്ഞിപ്പെണ്ണ് പിന്നെ ഭയങ്കര നീന്തലായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ നിൽക്കുന്ന ഭാഗത്ത് അങ്ങോട്ടും, അതായത് എൻ്റെ ഇടതും വലതുമായിട്ട് ഒരുപാട് പേര് ഈ മീൻമുട്ടി വാട്ടർഫോൾസ് കണ്ടവരും കാണാത്തവരും, അതായത് ചിലർക്കറിയാം ഇത് ഇത്രയും നടക്കാനുണ്ട്, അങ്ങോട്ട് പോകണം, ബുദ്ധിമുട്ടാണെന്ന് അറിയുന്നവർ അങ്ങോട്ട് പോകാതെ തന്നെ നമുക്ക് നേരെ ഇങ്ങോട്ട് വന്ന് ഇറങ്ങാം. ഇവിടെ ഇറങ്ങുന്നതിന് പ്രത്യേകിച്ച് പാസോ കാര്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് നമ്മുടെ റിസ്കിൽ നമുക്കിവിടെ ഇറങ്ങാൻ സാധിക്കും. അങ്ങനെ ഞങ്ങൾ ആ നിൽക്കുന്ന ഭാഗത്ത് ആഴക്കുറവാണ്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഒരു പച്ച നിറത്തിൽ വെള്ളം കാണാം. അവിടെ ഒരു എങ്ങനെ പോയിക്കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം നല്ല നീളമുണ്ട്. ഒരു 1.5 മീറ്റർ 2 മീറ്ററിനകത്ത് അടുത്ത് ആഴമുള്ളൊരു പ്രദേശമാണ്. അവിടെ നീന്തൽ അറിയുന്നവർ മാത്രം പോവുക. പിന്നീട് ഞങ്ങളുടെ ഇടത്തും വലത്തുമായിട്ട് കൊച്ചു പിള്ളേരുൾപ്പെടെ ധാരാളം പേര് വന്ന് നല്ല സൂപ്പറായിട്ട് ആസ്വദിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുക, ഈ അട്ടശല്യം കാര്യങ്ങളൊക്കെ നമുക്ക് ഈ നമ്മൾ മീൻമുട്ടി വാട്ടർഫാൾസിലേക്ക് പോകുമ്പോൾ നമുക്കുണ്ടാവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. തീപ്പെട്ടിയോ കാര്യങ്ങളോ ഉപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കൈ കരുതുക. ചിലപ്പോൾ നമ്മുടെ ദേഹത്തൊക്കെ ഇത് ഒട്ടിയിരിക്കാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ ഈ വെള്ളത്തിൻ്റെ കാര്യം പറയുന്നത് നല്ല തണുത്ത വെള്ളമാണ്, നമുക്ക് അടിച്ച് പൊളിക്കാം. പിന്നെ ആകെയുള്ളൊരു പ്രശ്നം, നമ്മളിവിടെ വന്നിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ പ്രാദേശികവാസികൾ തന്നെ അവിടെ വന്ന് തുണിയൊക്കെ കഴുകുന്നുണ്ട്. അതിനെ നമുക്ക് വിമർശിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ചിലപ്പം എൻ്റെ വീടിനടുത്ത് ഇതുപോലൊരു തോടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലൊരു ജലസ്രോതസ് ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഞാനും ഇത് പോയി ചെയ്തേക്കാം. അതുകൊണ്ട് അതിനെപ്പറ്റി എനിക്ക് വലിയ കമൻ്റൊന്നുമില്ല. പിന്നെ ഞങ്ങൾ വെള്ളത്തിലൊക്കെ ഇറങ്ങി ആസ്വദിച്ചു. ഞങ്ങൾ ഏകദേശം ഒരു 100 കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് ഞങ്ങൾ അവിടെ ചെന്നത്. ഞങ്ങളുടെ എല്ലാവരുടെയും ക്ഷീണമൊക്കെ തീർന്നത് ആ വെള്ളത്തിലിറങ്ങി ഒന്ന് ആറാടിയപ്പോഴാണ്. അത് നമ്മൾ മീൻമുട്ടി വാട്ടർഫോൾസ് കണ്ടപ്പോൾ നമുക്ക് പകുതി മനസ്സ് നിറഞ്ഞു. പിന്നീട് മനസ്സ് ഫുൾ നിറഞ്ഞത് നേരെ ഇവിടെ വന്ന് ഇങ്ങനെ കിടന്ന് ആറാടിയപ്പോഴായിരുന്നു. അങ്ങനെ ഞങ്ങൾ കിടുക്കാച്ചിയായിട്ട് ഞങ്ങൾ അവിടെ കിടന്ന് ആർമാദിച്ചങ്ങ് കുളിച്ച്. കുഞ്ഞുപെണ്ണാണെ പിന്നെ ഒരു വിധത്തിൽ തിരിച്ച് കയറത്തില്ല. പിന്നെ ഇവിടെ വന്ന് കുളിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഇത് ഞാൻ പറഞ്ഞു, ഇതൊരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രദേശമല്ല. നമ്മുടെ റിസ്കിൽ കുളിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് കുളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തുണി മാറാനായിട്ട് ബാത്റൂം സൗകര്യങ്ങളോ ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കിടന്നങ്ങ് ആർമാദിക്കുക, നല്ലോണം എൻജോയ് ചെയ്യുക. അപ്പോഴത്തേനും നമുക്ക് നന്നായിട്ട് വിശക്കുന്ന സമയത്ത് നമ്മൾ നേരെ ഇറങ്ങുക. ഇതിനോട് ചേർന്ന്, അതായത് ഈ ഒരു ജംഗ്ഷനിൽ, ഇതൊരു അത്യാവശ്യം കടകളൊക്കെ ഒരുപാടുള്ള ജംഗ്ഷനാണ്. ആ ജംഗ്ഷനിൽ ഹോട്ടലുകളുണ്ട്. ആ ഹോട്ടലുകളിൽ പോയിട്ട് നമുക്ക് ഡ്രസ്സ് മാറാനും അവർ ബാത്റൂം സർവീസ് സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് ഉമ്മ രണ്ടോടെ നീന്തി അപ്പുറത്തുനിന്നും ഇപ്പുറത്തും ചാടി നീന്തി രണ്ടോടെ നടുക്ക് വന്ന് ഇടിച്ച്. ഒരുത്തൻ കുഴിയുള്ളിടത്തോട്ടാണ്, മറ്റവൻ കുഴിയില്ലാത്തടത്തോട്ട് നിന്ന്. അപ്പോൾ 2 പേർക്ക് നീന്താൻ അറിയുന്നുണ്ട്. പിന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു.
അപ്പോൾ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങുന്നതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. നമ്മൾ വെള്ളത്തിൽ ഇറങ്ങി കുളിക്കുക, എന്നിട്ട് നേരെ ഏതെങ്കിലും ഹോട്ടലുകളിൽ ചെല്ലുക, നമുക്ക് ഡ്രസ്സ് മാറുക. ഒരു ഇതുപോലൊക്കെ നിങ്ങളും പ്ലാൻ ചെയ്യുക, ലൈഫ് അടിപൊളിയാക്കുക.